അല്ലെങ്കിലും ഞാൻ എന്ന് ഡയറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാലും എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിത്തീരും. ആ വീക്ക് പിന്നെ എന്താ പറയുക, ഒന്നുമില്ല, അസുഖങ്ങൾ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കും. അല്ലെങ്കിൽ ഇതേപോലെ അൺലിമിറ്റഡ് ഫുഡും സ്വീറ്റ്സൊക്കെ കിട്ടുന്ന എന്തേലും പരിപാടി ഒത്തുവരും. അങ്ങനെ ഒരു സംഭവമാണ് ഈ ഒരാഴ്ച. ന്യൂ ഇയർ കഴിഞ്ഞ് ഏതൊക്കെയോ വൈറസുകൾ ശരീരത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും ഒട്ടും റെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാഴ്ചയായിരുന്നു ആദ്യത്തെ ഒരു 10 ദിവസം. എന്താ ചെയ്യാല്ലേ, 2-3 ദിവസം പനിയായിട്ടും ബാക്കിയുള്ള ദിവസങ്ങൾ സെലിബ്രേഷനായിട്ടും പോയിട്ടുള്ള ഒരാഴ്ചയായിരുന്നു. എനിവേസ്, സ്വന്തം മോളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? ഒട്ടും കുറയ്ക്കാനും പറ്റില്ല അല്ലേ. എന്താ ചെയ്യുക, അവൾക്കെന്ന് വെച്ചാൽ ഇങ്ങനെ എല്ലാവരും ഫാമിലീസ് എല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഡിന്നറൊക്കെ കഴിക്കുന്നതാണ് അവളുടെ ഫേവറേറ്റ്. സോ അങ്ങനെ തന്നെ ആവാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം സുഖമില്ലാത്തതുകൊണ്ട് വീട്ടിൽ പ്ലാൻ ചെയ്തില്ല. നമ്മൾ കഴിഞ്ഞ വർഷം പുറത്തുനിന്ന് തന്നെയായിരുന്നു, സെയിം സ്ഥലത്ത് തന്നെ, നവരത്നമാണ് തലശ്ശേരിയിലത്തെ. അപ്പോൾ അവിടെ വെച്ചിട്ട് തന്നെയാണ് ഈ വർഷം സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. വളരെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ്, അതിലും പകുതി ആൾക്കാർ വരാൻ പറ്റിയിട്ടില്ല. പല പല കാരണങ്ങൾ കൊണ്ടും പെട്ടെന്ന് ഡിസൈഡ് ആക്കിയിട്ടുള്ള ഒരു ബർത്ത്ഡേ പാർട്ടിയായിരുന്നു ഇത്. നീസിൻ്റെ ബർത്ത്ഡേയും കൂടെ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള പരിപാടിയാണ്. ബിക്കോസ് 2 പേരും 2 ദിവസത്തെ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ഈ സെയിം മെമ്പേഴ്സ് തന്നെ 2 ഇവൻറ്റും അറ്റൻഡ് ചെയ്യാന്ന് വെച്ചാൽ വളരെ ബോറുള്ളൊരു പരിപാടിയാണ്. സെയിം ആയിട്ടുള്ള കേക്ക് കട്ടിങ്, സെയിം ആയിട്ടുള്ള ഫുഡ് എല്ലാം ഭയങ്കര ബോറാവും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്ലാൻ ചൂസ് ചെയ്തത്. പിന്നെ വീട്ടിലായി കഴിഞ്ഞാലേ എനിക്ക് പാത്രം കഴുകാനൊക്കെ കുറച്ച് പ്രശ്നമുണ്ട്. അപ്പോൾ പിന്നെ ഇതല്ലേ ഏറ്റവും നല്ല പരിപാടി, ജസ്റ്റ് ഫുഡ് കഴിക്കുക, ഇറങ്ങിപ്പോരുക. അപ്പം അത് ആണ് എൻ്റെ ഫേവറേറ്റ് പാർട്ട്. ഈ പാത്രം കഴുകുക, ഫുഡ് കൊടുക്കുക, ഫുഡ് ഉണ്ടാക്കുക, ഇതൊന്നും എന്നെക്കൊണ്ട് പറ്റിയ പരിപാടിയല്ല. പിന്നെ ക്ലിനിക്കും കഴിഞ്ഞ് വന്നിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക്കാണ്. കഴിഞ്ഞതിന് ശേഷമുള്ള ക്ലീനിങ്ങോ അതും വലിയ ടാസ്ക്കാണ്. പിന്നെ നമുക്ക് സംസാരിക്കാൻ കൂടെ സമയം ഉണ്ടാവില്ല. വന്നവരോടും നിന്നവരോടും ഒന്നും സംസാരിക്കാൻ പറ്റില്ല. വെള്ളം കൊടുക്കുക, ചായ കൊടുക്കുക, ഇത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഭയങ്കര പ്രിസൈസാണ്. എനിക്ക് വരുന്ന ഗസ്റ്റുകളോട്, അത് ഫാമിലി മെമ്പേഴ്സ് ആയാലും ആരാണെങ്കിലും, എനിക്ക് കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കണം. അതിനാണ് ഞാൻ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോകുന്നത്. സോ എനിക്കിങ്ങനെ, ഞാനൊരു വീട്ടിൽ പോയി കഴിഞ്ഞാലും അവിടുത്തെ ഗസ്റ്റുകളോ അല്ലെങ്കിൽ അവിടുത്തെ ഹോസ്റ്റുകളോ ഒരുപാട് വർക്ക് ചെയ്യുന്നതും എനിക്കിഷ്ടമല്ല. അപ്പോൾ പിന്നെ ഇതല്ലേ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ചെറിയൊരു പരിപാടിയാണ്, ജസ്റ്റ് 20 മെമ്പേഴ്സ് മാത്രമുള്ള ചെറിയൊരു ഫാമിലി ഡിന്നറാണ്. അപ്പം വരാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ്, കേക്ക് കട്ട് ചെയ്യണം. അപ്പോൾ 2-3 വെറൈറ്റീസ് ഓഫ് കേക്ക് ഉണ്ട്. അപ്പോൾ യാപ്പൊന്ന് യൂണിക്കോൺ കേക്ക് വേണമെന്ന് പറഞ്ഞു. രാവിലെ പ്ലാൻ ചെയ്തിട്ട് വൈകുന്നേരത്തെ പരിപാടി ആയതുകൊണ്ട് യൂണിക്കോൺ അങ്ങോട്ട് സെറ്റായില്ല, എന്താണെന്നറിയില്ല. പിന്നെ അതുകൊണ്ട് ഞാൻ ബട്ടർഫ്ലൈ പിടിച്ചിട്ടുണ്ട്. അക്കച്ചൊരു പിന്നെ ഏത് കേക്കാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫെറോ, പിന്നെ വേറെ ഏതൊരു ഫ്ലേവറും കൂടിയാണ് അവൻ്റെ കേക്ക്. അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ് ഒന്നും രാവിലെ പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ നടക്കാൻ പറ്റിയില്ല മീൻസ് നമുക്ക് അത്രയും ടൈം കിട്ടിയില്ല. ഇൻ ബിറ്റ്വീൻ ക്ലിനിക്കിലും ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടെ ഒന്ന് എന്താ പറയുക, കണക്ട് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വരാൻ വലിയ പാടായിരുന്നു. അതുകൊണ്ട് ചെറിയ രീതിയിൽ നമ്മൾ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും കൂടെ ചെയ്യുമ്പം ഇറ്റ് വാസ് ഫൺ അല്ലേ. കസിൻസ് എല്ലാവരും കൂടെ നിന്ന് പറ്റണ പോലെയൊക്കെ എല്ലാവരും കൂടെ ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെയൊന്നും അല്ലടാന്ന് പറയണമെന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, നമ്മളെ ഒരു കഴിവ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. എന്തായാലും പിള്ളേർക്ക് 2 പേർക്കും ഇഷ്ടമായി. അതുപോലെ എസ്തറ്റിക് വൈബ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊന്നും അറിയില്ല. ഏതൊക്കെ ഒരു ആംഗിളിൽ നിന്നൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ വളരെ എസ്തറ്റിക് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും മൊത്തത്തിൽ ഇതൊരു സെറ്റപ്പ് പരിപാടിയായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ നമ്മൾ ബാക്ക്ഡ്രോപ്പും ബാക്ക്ഗ്രൗണ്ടും ഒന്നും അങ്ങനെ കൂടുതൽ കൂലങ്കഷമായി ആലോചിച്ച് പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ പറ്റുന്ന രീതിക്കൊക്കെ നമ്മൾ എങ്ങനെയൊക്കെയോ എല്ലാവരും കൂടെ ഊതി വീർപ്പിച്ച്, പിന്നെ ഭാഗ്യത്തിന് ആ ഊതണ സാധനം വീട്ടിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അധികം ഊതി കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല. ബലൂൺസ് എല്ലാം ജസ്റ്റ് നമുക്ക് എയർ അടിച്ച് എല്ലാത്തിനെയും ഭിത്തിയിലേക്ക് കെട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് അപ്പോൾ ഓൾമോസ്റ്റ് എക്സോസ്റ്റഡ് ആയി. എല്ലാവരുടെ കേക്കും കഴിച്ചിട്ട് ലാസ്റ്റ് അപ്പോൾ അയാൾ വേണ്ടാന്നൊക്കെ പറയാൻ തുടങ്ങി. അതുകൊണ്ട് പല ഫുട്ടേജസും ഇതിൽ മിസ്സിങ് ആയിരിക്കും. പിന്നെ എന്താണ്, ഗിഫ്റ്റുകൾ കൈമാറി അങ്ങോട്ടും ഇങ്ങോട്ടും വന്നപ്പോൾ തന്നെ എല്ലാവരുടെയും ഗിഫ്റ്റ് പറ കൊടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് പിള്ളേരുടെ ബേസിക്കലി സന്തോഷം എന്ന് പറയുന്നത്. ഡെക്കറേറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ കോഫി, ടീ, പിന്നെ എന്തൊക്കെയോ ചിക്കൻ വട, അങ്ങനത്തെ കുറച്ച് സ്നാക്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബീഫ് ഫ്രൈ ഇതൊക്കെ സ്റ്റാർട്ടേഴ്സ് പോലെയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ കൈ ഫുൾ എൻഗേജ്ഡ് ആയിപ്പോയി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഡിന്നർ കഴിക്കാൻ പോയി. ഡിന്നറൊക്കെ കഴിച്ച് എല്ലാവരും സെറ്റായി. പിന്നെ വലിയമ്മക്ക് ഉറങ്ങേണ്ട ടൈമാണ്, അധികം ലേറ്റ് ആയാൽ പറ്റില്ല. സോ വലിയമ്മനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളും നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല, വീട്ടിൽ പോകണം. യാപ്പിന് ഈ ഗിഫ്റ്റൊക്കെ ഒന്ന് തുറന്ന് കണ്ട് സമാധാനിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയാണ് നമ്മളുടെ ഫാമിലി ഡിന്നർ പ്ലസ് യാപ്പുൻ്റെ ബർത്ത്ഡേ എന്താ പറയുക നടന്നിട്ടുണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞിട്ടൊരു 3 റൗണ്ട് ഓഫ് ബർത്ത്ഡേ
എന്താ പറയുക ബർത്ത്ഡേ സെലിബ്രേഷൻസും കൂടി ഉണ്ട്. അത് ഈ വീഡിയോൻ്റെ അവസാനം ഉണ്ട്, ആരും മിസ്സാക്കണ്ട. വീഡിയോ ഇവിടെ കഴിയുന്നില്ല. ഇതിപ്പം വലിയമ്മേനെ സി ഓഫ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ നിന്ന് പിന്നെ ഈ അപ്പോൾ എക്സൈറ്റ്മെൻറ്റിൽ ഓരോ ഗിഫ്റ്റായിട്ട് ഇങ്ങനെ തുറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് മെയിനായിട്ട് വേണ്ടത് ഈ ജേർണൽ സെറ്റ്, പിന്നെ എന്താ കവായ് സ്റ്റിക്കേഴ്സ്, അങ്ങനത്തെയൊക്കെയാണ് അവളുടെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ. അത് എന്തോ ഒരു അമൃത് കിട്ടിയ മാതിരിയാണ് അവൾക്ക് അതൊക്കെ കിട്ടി കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ എല്ലാവരും വിളിച്ചിട്ട് എന്താ ഗിഫ്റ്റ് വേണ്ടെന്ന് ചോദിച്ചപ്പോൾ അവളായിട്ട് പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടിയപ്പോൾ അവൾക്ക് നല്ല ഹാപ്പിയായി. അത് കഴിഞ്ഞ് അവളെ ബർത്ത്ഡേൻ്റെ ദിവസം നമ്മളൊരു കുട്ടി സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്, അവൾ ഈ ഫെയറി ടെയിൽ പോലെയാണ് ഇങ്ങനത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ കാണുന്നത്. മിക്കവാറും ഈ യൂട്യൂബ് വീഡിയോസിനൊക്കെ കണ്ടിട്ടുള്ളതാണ്. എനിവേസ് നമ്മളൊരു കുഞ്ഞ് കേക്കൊക്കെ സെറ്റ് ചെയ്ത് അതിൽ ക്യാൻഡിലൊക്കെ വെച്ചിട്ട് അവൾ ഉറങ്ങുന്ന സമയത്ത് ബെഡ്റൂമിൽ പോയി വിളിച്ച് കൊണ്ടുവന്നു. അതുമാത്രം പോരാ, അവൾക്ക് ഈ ഡെക്കറേഷൻസൊക്കെ വേണം. അപ്പം പിന്നെ ലാസ്റ്റ് മിനിറ്റ് ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് റൂമിൽ ഇങ്ങനത്തെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ടെറസിൽ ഇതേപോലെ കുട്ടി സെറ്റപ്പൊക്കെ ചെയ്ത് കൊടുത്തു. അപ്പോഴത്തേക്ക് അവൾ സർപ്രൈസ് ഡേ അവൾ ഭയങ്കര ഹാപ്പിയായി. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു, അന്നല്ല നെക്സ്റ്റ് ഡേ. അപ്പോൾ അവൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്കൊക്കെ കൊണ്ടുവന്നു. പിന്നെ നമ്മൾ അതൊരു കട്ട് ചെയ്തു. അത് അവളെ മോൾ തന്നെയാണ് കട്ട് ചെയ്തത്. ബട്ട് ഇറ്റ് വാസ് എ കൈൻഡ് ഓഫ് ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ പാർട്ട് തന്നെയായിരുന്നു. അങ്ങനെ എൻ്റെ വേറൊരു ഫ്രണ്ടും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ആൾ വരുമ്പോൾ കേക്കും ഡ്രസ്സും ചോക്ലേറ്റ്സും പിന്നെ എന്തൊക്കെയാണ് വാച്ചും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വളരെ ടയറിങ് ആയിട്ടുള്ളൊരു ദിവസം, വളരെ കോയിൻസിഡൻസ് ആയിട്ടാണ് അവളെ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് അബൌട്ട് ദ ബർത്ത്ഡേ. ഇങ്ങനത്തെ സെലിബ്രേഷൻസൊക്കെ അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ടാവുക. ഭയങ്കര ഡ്രീമി ആയിട്ടുള്ളൊരു കിഡാണ്. അപ്പോൾ അവൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേപോലെ തന്നെ നല്ല രീതിക്ക് തന്നെ ഈ ബർത്ത്ഡേസൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയതിന് താങ്ക്സ് ടു ഗോഡ് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ മാഷാല്ലാ അടുത്ത വർഷം ഇതേപോലെ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ മോളുടെ ബർത്ത്ഡേൻ്റെ പാർട്ടായ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഗിഫ്റ്റൊക്കെ കൊടുത്ത് അവളെ ഹാപ്പിയാക്കി എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനി നെക്സ്റ്റ് ഇയർ നമുക്ക് ഇതിലും അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.